ഹലോ. ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ട് വിശേഷം? പോകുന്നിങ്ങനെ ആ വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോ ഹോസന്ന ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ച എന്നറിയാം, എനിക്ക് അങ്ങനെ ഹോസന്ന ആണെന്നൊന്നും വലിയ പിടിക്കില്ല. ഇന്ന് ഹോസന്ന ഞായറാഴ്ചയായിട്ട് പള്ളിയിൽ പോയില്ലയോ? ഞാനങ്ങനെ ഇപ്പൊ ആ പരിപാടി അങ്ങ് നിർത്തി, പള്ളിപ്പൊക്കെ പരിപാടി അങ്ങ് നിർത്തി. കാര്യം ഒത്തിരി നാള് പോയി കഴിഞ്ഞപ്പോഴാ പിടി കിട്ടിയത്. വെറുതെ നമ്മുടെ സമയം കളയുക. ഞാൻ കുഞ്ഞിനെ അറിയുന്നത് വളരെ ആത്മാർത്ഥതയോടുകൂടെ, താല്പര്യത്തോടെ, ആവേശത്തോടെ ഓർത്തഡോക്സ് സഭയിൽ വളരെ ചെറുപ്പം മുതലേ പങ്കെടുക്കുകയും അതിൻ്റെ എല്ലാ സംരംഭങ്ങളോട് സഹകരിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലാണ്. അപ്പോൾ അല്ല, അങ്ങനെ കുറച്ച് കൂടുതൽ സഹകരിച്ചു പോയോണ്ട് ഈ കുറച്ച് സത്യങ്ങളൊക്കെ പിടികിട്ടാൻ ഇടയായേ. ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഈ സംഭാഷണം നമ്മുടെ ഈ യൂട്യൂബ് സംഗമത്തിലെ കൂട്ടായ്മയിലെ ആളുകൾ കേൾക്കുന്നതിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? എനിക്കൊരു ഒബ്ജക്ഷനും ഇല്ല. കാര്യം ഞാനല്ല, എന്റെ എല്ലാവരോടും പറയുമല്ലോ, എല്ലാവരോടും സുഹൃത്തുക്കളോടും പറയും. കാര്യം ഉള്ള കാര്യം നമുക്ക് തുറന്നു പറയുന്നതിന് എനിക്ക് ആ ഒരു ഞാൻ ഈ യേശുക്രിസ്തുവിന്റെ ഓരോ വാചകങ്ങളും ജീവിതത്തില് ഉരുവിട്ട് പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെ ഈ കോമാളിത്തരം കാണിക്കുമ്പോ എനിക്കങ്ങ് ഭയങ്കര വിഷമം. അതുകൊണ്ടാണ് കഴിയുന്നത് നമ്മൾ മിണ്ടത്തല്ല. മിണ്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളേതാണ്ട് ദോഷം പറയുന്നതിനുള്ള ഒരു ചിന്താഗതിയാണ്. കാര്യം ഈ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. നമ്മള് ഒരു കാലത്ത് നമ്മൾ അങ്ങനെ വിശ്വസിച്ചു പോയി. കുറെ കഴിഞ്ഞപ്പം അതൊരു താരിപ്പായി. പിന്നെ മനസ്സിലായത് ഇത് യാതൊരു അർത്ഥമില്ലാതെ നമ്മൾ ഈ കോമാളിത്തരം കാണിക്കുന്നതിനകത്തുള്ള ഒരു അർത്ഥം വേണ്ടേ. അങ്ങനെ ഞാൻ കുറച്ചു നാള് പോയിട്ടില്ലായിരുന്നല്ലോ. അന്നേരം അവിടെയും ഈ പറഞ്ഞ പോലെ പള്ളിയുണ്ട്. അവിടെയും പിന്നെ ഇവിടുത്തെ ആചാരങ്ങൾ അതുപോലെ ചെയ്യും. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞായറാഴ്ച ആണെങ്കിൽ അവിടെ വെള്ളിയാഴ്ച. കാര്യം അവിടുത്തെ അവധിയല്ലേ. ഞായറാഴ്ച പണിക്ക് ചെന്നില്ലെങ്കിൽ പണി പോകത്തില്ല. പക്ഷെ ദുഃഖ വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ദുഃഖ വെള്ളിയാഴ്ച തന്നെ കിട്ടും. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, നമ്മുടെ ഈ നാട്ടിലൊക്കെ ദുഃഖ വെള്ളിയാഴ്ചക്ക് കഞ്ഞിയുണ്ട്. പിന്നെ കുരിശിച്ചു കഴിഞ്ഞാല് പിന്നെ പള്ളിയിൽ തന്നെ കബറടക്കിയിട്ട് പണ്ടൊക്കെ അച്ചായന്മാര് കാവല് കിടക്കുമായിരുന്നു. യേശുക്രിസ്തുവിനെ ആരും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കാനായിട്ട് ഇവർക്കുന്നിടം വരെ കാവല് കിടക്കും മധുബായുടെ ഭാഗത്ത്. അങ്ങനെയൊക്കെ വളരെ വിശാലമായിട്ട് നടന്നെങ്കിലും കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മോഷ്ടിച്ചു പോയ എന്തെങ്കിലും സംഭവം നമ്മുടെ ആരെങ്കിലും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ മോഷണം അകത്ത് തന്നെയാണല്ലോ. വെളിയിലാരും മോഷ്ടിക്കത്തില്ല. കാര്യം അവർക്ക് അത് മോഷ്ടിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഈ അകത്തുള്ള മോഷണമാണല്ലോ പ്രയോജനപ്പെടുത്തുന്നത്. പക്ഷേ ഓക്കെ, ഇതിനല്ല ഏത് കോപ്രായത്തിനും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് നമ്മളങ്ങ് നമ്മളങ്ങ് വെറുക്കും. വെറുക്കുന്നതിന്റെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാരും ഒരു കൂട്ടായ്മ നല്ലതല്ലേ. എല്ലാരും പള്ളിയിൽ പോകും. വളരെ ആവശ്യമാണ്. അന്നേരം ഇവിടുത്തെ പോലെ തന്നെ അവിടെയും പത്രക്കേസ് കൊണ്ട് കാത്തോലിക്ക ഉണ്ട്, അടിയുണ്ട്. പിന്നെ അങ്ങനെ പോവുക. പക്ഷെ റോഡിൽ കാണിക്കാനൊക്കത്തില്ല. അല്ല, അത് കുവൈറ്റ് പോലീസിനെ പേടിയാ. പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ പത്രക്കേസും കാത്തോലിക്ക എല്ലാം വെടിപ്പുകൊണ്ടാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. സംശയം എന്തുവാ? ഒരു രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒരു ഗവൺമെന്റിന് അതിനൊരു കഴിവ് വേണ്ട. അവിടെ പരിപാടി നടക്കുന്നത് അന്നേരം പിടിച്ചകത്തിടുക. കാതലിക്കയും പാത്രികീസും ഒക്കെ ഒരൊറ്റ മുറിക്കകത്ത് ഇട്ടേക്കുക. രണ്ടിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടിടും. അന്നേരം ഈ സാധാരണ പള്ളി വരുന്ന ഉടനെ പോവും വരും. അങ്ങനെ അവിടെ ചെന്നിട്ടും ഉണ്ടായിരുന്നേ.
അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ ഓരോ ദിവസം കാണുമ്പോഴും ഈ നമ്മൾ റിച്വൽസ് ഇല്ലേ, അത് ഒരു രീതിയിലും സഹിക്കാൻ വയ്യാതായിട്ട് ഇതങ്ങ് വല്ലാത്ത ഒരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു 90s എൻഡിലോ 2000 ബിഗിനിങ്ങിലോ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയില് ദുഃഖവെള്ളിയാഴ്ചക്ക് പോകും. കാര്യം ഈ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുക്കത്തോടു കൂടി വരുന്ന 40 ദിവസം കർത്താവ് നോക്കി നോയമ്പും 10 ദിവസം കർത്താവിന് വേണ്ടിയിട്ടുള്ള ഒരു നോയമ്പുമായിട്ട് 50 ദിവസം സെറ്റ് ചെയ്തിരിക്കുക. അതില് നല്ല ക്രിസ്ത്യാനിയൊക്കെ 3 ദിവസം ബുധൻ വ്യാഴം വെള്ളി അന്ന് നോയമ്പെടുക്കും. അല്ലെങ്കിൽ പിന്നെ 40 ദിവസം നോക്കുന്നവരൊക്കെ ഉണ്ട്. മധ്യയിലൊക്കെ മാറ്റി വെച്ചിട്ട് വെജിറ്റബിളും ഒക്കെ ആക്കി കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഈ ഓശാന അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും നല്ല പണിയാ. നീ കുരിശിക്കണ്ടേ. ഈ വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്ക് 7 മണിക്ക് പരിപാടി തുടങ്ങും. ഒന്നും കഴിക്കരുത്. പിന്നെ അവിടെ വൈകിട്ടത്തെ കഞ്ഞിയും കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനൊക്കത്തുള്ളൂ. അതൊക്കെ ശരിയാ. അവിടെ ചെന്ന് രാവിലെ മുതൽ അവിടെ ഈ പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെ ഓരോരുത്തർക്കും സ്വന്തം പള്ളിയൊന്നും അല്ല, ഒരു പള്ളിയേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കോംപ്ലക്സിനകത്ത്. അത് തന്നെ. അതെ. അവിടെ ഒരു ഇംഗ്ലീഷ് അച്ഛനാ അതിന്റെ ചാർജ്. പുള്ളി പറയുന്ന പോലെ കേട്ടോണം. ചിലർക്ക് സമയം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് വന്നോണം, കുരിശ് തറച്ചോണം, യേശുവിനെ കൊണ്ട് തിരിച്ചു പോയിക്കോണം. അത് കഴിയുമ്പോ ഫിലിപ്പിനോട് യേശുവിനെ കൊണ്ടുവരും, അത് അവര് കുരിശിക്കും. പിന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ യേശു ക്രിസ്തുവിനെ കുരിശിച്ച് ആ ദിവസം മുഴുവൻ പലരും കുരിശിക്കും. യേശുക്രിസ്തുവിനെ പലതവണ കുരിശിക്കുന്നുണ്ട് അവിടെ. ഉണ്ട്. ഒരു ദിവസം തന്നെ പലതവണ കുരിശിക്കും പലരും. അയ്യോ. അന്നേരം അന്ന് ഈ ഓർത്തഡോക്സുകാർക്ക് ഒരു പ്രയോജനം കിട്ടിയിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് വരെ കൊടുത്തിട്ടുണ്ട്. കാര്യം കുരിശിക്കാൻ കൊടുക്കരുത്, കുറച്ചുകൂടെ താല്പര്യത്തിൽ കുരിശിക്കും. അതുകൊണ്ട് അത്രയും സമയം കൊടുത്തിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് പോയി കുമ്പിടാൻ തുടങ്ങിയാല് വൈകുന്നേരം വരെ കുമ്പിടണം. അന്നേരം ഈ ഒരു ഇവിടുത്തെ രീതിയില് അവിടെ ഉണ്ട് ഈ കഞ്ഞിവെപ്പൊക്കെ. അച്ചായമാര് രാവിലെ ഈ പിന്നെ അവിടെ ഈ 99.9% ഇതേൽ ആൽക്കഹോൾ ഉണ്ട് അവിടെ. എക്യുപ്മെന്റ് ക്ലീനിങ്ങിന് വേണ്ടി വരുന്നതാ. അത് മേടിച്ചിട്ട് 2-3 വെള്ളവും കൂടെ ചേർത്ത് ഇത് ചാരായം ഉണ്ടാക്കും. അതേലെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് ഈ കുപ്പി മടിയിൽ വെക്കും. എന്താ, വൈകിട്ടത്തെ കയ്പവെള്ളം മേടിക്കാനാണ് ആ വെപ്പ്. പക്ഷെ ഇതിനകത്ത് ഫുള്ള് വെളുത്ത വെള്ളമുള്ള ആരും കാണത്തില്ല. അതും വെച്ചോണ്ട് വന്ന് ഈ പള്ളിയിൽ ഈ പരിപാടി നടക്കുമ്പോഴ് വെളിയിൽ ഈ അച്ചായന്മാരെല്ലാം കൂടെ കഞ്ഞി ഉണ്ടാക്കുക. എന്നാൽ ഈ കഞ്ഞി വെക്കുമ്പോ ഇതേലെ കുറച്ച് കുടിക്കുക, കഞ്ഞി ഉണ്ടാക്കുക, ഇങ്ങനെ രസിച്ച് നിൽക്കുക. അകത്ത് ആൾക്കാർ കുമ്പടിയിലും കുരിശ് തറപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര പരിപാടിയാ, കലാപരിപാടിയാ. അതിനകത്ത് വേദപുസ്തകപരമായിട്ട് മർമ്മമുള്ളതേ. യേശുവിനെ കുറിച്ച് തറച്ച യേശു ആ വേദന അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാഹിക്കുന്നെന്ന് പറഞ്ഞു. ഉടനെ അത് കുടിക്കാനായിട്ട് കയ്പുള്ള ഈ വിനിഗർ പോലെയുള്ള സാധനം കൊടുത്തു, കയ്പുള്ള വീഞ്ഞു കൊടുത്തു എന്നല്ലേ പറയുന്നത്. അത് കൊടുക്കാൻ കാര്യം അത് കുടിച്ചാൽ വേദന അല്പം കുറഞ്ഞു കിട്ടും എന്നാണ് സങ്കല്പം. അപ്പൊ ആ വേദന ആ കയ്പ് കുടിക്കുന്നതിന് മുമ്പ് എന്റെ കർത്താവിനെ കുരിശിച്ചല്ലോ എന്നുള്ള വേദന ഒതുക്കാൻ വയ്യാത്തനായി മറ്റേത് കുടിക്കുന്നത്. അതാ ഞാൻ പറയാൻ വന്നത്. ഇവര് കുഞ്ഞു പറയുന്ന ഈ ഒരു സംഭവത്തില് അത്രമാത്രം ആത്മീയമായ മൃദുലതയുള്ള വ്യക്തികൾ ഈ യേശുവിനെ കുരിശി തറയ്ക്കുന്നതിന്റെ വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അതിന്റെ മൂർച്ച അല്പം ഒന്ന് ബ്ലണ്ട് ചെയ്ത് കിട്ടാനായിട്ട് അവർ ചെയ്യുന്ന നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു എന്റെ അറിവില്ലായ്മ കൊണ്ടോ വല്ലതും ആയിരിക്കും എനിക്കത് നേരെ തിരിച്ചു തോന്നുന്നത്. എനിവേ ഇവിടെ നല്ല തകർത്ത് പിടിച്ച പിന്നെ കുരിശുത്തറയ്ക്കുള്ള ആരംഭങ്ങളൊക്കെ നടന്നു. ഉച്ചയങ്ങോട്ട് കഴിഞ്ഞപ്പോ തന്നെ ഈ യേശു ക്രിസ്തുവിനെ കുരിശിച്ചു. കുരിശിച്ചു കഴിഞ്ഞാൽ ഈ കുരിശിക്കുന്നതിന് മുമ്പ് ഈ പൈസ മേടിക്കാനായിട്ട് യേശു ക്രിസ്തുവിനെ
പിന്നെ പൊതുജനത്തിന്റെ ഇടയ്ക്ക് വെക്കും. അവിടെ നിന്ന് യേശു ക്രിസ്തുവിനെ മുത്തിയിട്ട് കാശ് ഇട്ടിട്ട് പോകും. അത് കഴിഞ്ഞാൽ ഉടനെ യേശു ക്രിസ്തുവിനെ അങ്ങ് എടുക്കും. പിന്നെ ഈ കബറടക്കണം. ആ കബറടക്കുന്ന സ്റ്റേജ് വന്നപ്പോഴാണ് അവിടെ ഒരു വലിയ ഒരു ആശയക്കുഴപ്പം. കാര്യം ഇവിടൊക്കെ ആണെങ്കിൽ ആ കബറടക്കി പോയ അവരവരുടെ സ്വന്തം പുള്ളിയല്ലേ, ഇഷ്ടമുള്ളപ്പോ നമുക്ക് എന്തുവേണം ചെയ്യാമല്ലോ. അവിടെ അത് പറ്റത്തില്ലല്ലോ. അടുത്തത് മർത്തമാക്കാരോ, അവർക്ക് കൊണ്ടുവന്ന് ഇതെടുത്താൻ കളയും. അതുകൊണ്ട് പെട്ടെന്ന് ആശയക്കുഴപ്പം ഉണ്ടായിട്ട് ഒരു പിന്നെ ഡിസ്കഷൻ വെച്ചു. അതായത് ഈ ട്രസ്റ്റി എന്ന് പറയുന്ന പാർട്ടി എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പത്തനാപുരംകാരനല്ല അച്ചായന. അച്ചായനൊക്കെ വളരെ പിന്നെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുക, കഞ്ഞി വെച്ചോണ്ട് നിൽക്കുക. ട്രസ്റ്റിയെ വിളിക്കുന്നു. ട്രസ്റ്റ് വന്നു. അപ്പോഴത്തേക്ക് തിരശ്ശീലയെല്ലാം ഇട്ടിട്ട് അകത്ത് ചർച്ച, കർത്താവിനെ എന്തോ ചെയ്യും, കുരിശിച്ച് കർത്താവിനെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചർച്ച. അപ്പോഴത്തേക്ക് ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛന്റെ അനിയൻ തന്നെ ഉണ്ട് അവിടെ. പുള്ളി ഈ സമയം മനുഷ്യരെ എൻഗേജ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്രസംഗം, ആ പ്രസംഗിക്കാൻ വന്നപ്പോഴേ എല്ലാവരും അങ്ങ് തളർന്നിരിക്കുക. 4 മണിയോളം ആയി. പുള്ളി അടുത്ത വായിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്ന് അഹ്റോന്റെ തളർത്ത വടിയെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ എന്റെ അടുക്ക ഇരിക്കുന്ന ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, ആ വടി ഇങ്ങോട്ട് കിട്ടിയായിരുന്നു ഇവരുടെ തലയ്ക്കൊന്ന് കൊടുക്കാവുന്നു. അതുപോലെ ആൾക്കാരങ്ങ് തളർന്നിരിക്കുക. അങ്ങനൊക്കെ എന്തായാലും പെട്ടെന്ന് ഈ അച്ചായന് ആത്മാവിൽ നിറമുള്ളവനായിട്ട് നിന്നോണ്ട് പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കി. വിഷമിക്കണ്ട, കർത്താവിനെ അടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അന്ന് ഞങ്ങളുടെ കമ്പനിക്ക് ഒരു 2-3 പജീറോ, നമ്മുടെ ഈ പുതിയ പജീറോ SUV ഇറങ്ങിയ വർഷമാണ് മിറ്റ്സുബിഷിയുടെ. അത് നല്ല ഒരു റെഡ് കളറിലുള്ള പജീറോ പുള്ളിയുടെ കയ്യിലുണ്ട്. പുള്ളി പറഞ്ഞു ഞാൻ എന്റെ വണ്ടിക്കകത്ത് വെച്ചോളാന്ന് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷം. യേശുവിനെ, ക്രൂശിതനായ യേശുവിനെ വെച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അതിനൊരു സൊല്യൂഷനായി. പുള്ളി അങ്ങ് പോയി. ഇവിടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പുള്ളി നേരെ ഈ യേശുവിനെ എടുത്തോണ്ട് പജീറോയുടെ പുറകിൽ വെച്ച് പിന്നെ അങ്ങ് ഈ വെളുത്ത ആത്മാവിന്റെ വെള്ളത്തിനകത്തിലോട്ട് കയ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇച്ചിരൂടെ കുടിച്ചോണ്ട് പുള്ളി വീട്ടിൽ പോയി. അന്ന് മുഴുവൻ യേശു ക്രിസ്തു അവിടെ അഹമ്മദി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ആ റോഡിൽ കിടന്നു. ആ വണ്ടി വീട്ടിൽ പോയതുപോലെ. അത് തന്നെ. അന്ന് വണ്ടിയിൽ ഇറങ്ങി യേശു ക്രിസ്തു, വണ്ടിയിലന്ന് ഇറങ്ങി. പിറ്റേ ദിവസമാണല്ലോ ഞങ്ങൾക്ക് ഈ പിന്നെ ദുഃഖവെള്ളിയാഴ്ച കൊണ്ട് കാര്യങ്ങൾ കഴിയും. പിന്നെ ശനിയാഴ്ച എന്ന് പറഞ്ഞ ഇറച്ചിയും മീനും എല്ലാം മേടിച്ച് കൂട്ടിയേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് ഈ പുള്ളിയോട് ഭാര്യ പറഞ്ഞു മീൻ മേടിക്കാൻ പറഞ്ഞു. പുള്ളി ഈ കർത്താവ് കിടക്കുന്ന കാര്യമൊന്നും ആലോചിച്ചത്, വേറെ വണ്ടി എടുത്ത് സാധാരണ പോകുന്നവരെ ഫിഷ് മാർക്കറ്റിൽ പോയി ഫിഷ് മേടിച്ച് തിരിച്ചു വന്നപ്പോഴേ ഇവിടെ യേശു ക്രിസ്തു ഇവിടെ ഇരിക്കുന്നു. പുള്ളി അതിച്ചിരി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ മീൻ അവിടെ വെച്ച് തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് നേരെ ഓഫീസിലോട്ട് വരുന്ന വഴിക്ക് പറഞ്ഞു, പങ്കാര വന്ന താഴോട്ട് വരാമെങ്കില് നമുക്ക് ഞാനൊരു കാര്യം കാണിച്ചാലോന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പം യേശു ക്രിസ്തു അടിയിലുണ്ട്. ഒരു ചെറിയ മീന്റെ ഞാൻ പറയും ഇത് എന്തുവാ ഇത് കാണിച്ചിരിക്കുന്നത്, ഇത് മീന്റെ പാട് വരാം. അതിനെ ചുമ്മാതി ജീവിച്ച കാലം മുഴുവൻ മീൻകാരനോട് നടന്ന പുള്ളിക്ക് മീനിന്റെ വാടയൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, നിങ്ങളൊന്ന് ചുമ്മായിരിക്കുന്നു പറഞ്ഞു. അതെ ഒന്നാം തരം എന്തൊരു തിയോളജിക്കൽ ഡെപ്താന്ന് ആലോചിച്ച് നോക്കി. ഞാനത് ആ പുള്ളിയെ അങ്ങ് അഭിനന്ദിച്ചു. കാര്യം എന്താണെന്നറിയോ, ജീവിച്ച കാലം മുഴുവൻ മീൻകാരനോട് നടന്ന പുള്ളിക്ക് മീനിന്റെ വളമൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ലൗദോക്യ സഭ പള്ളിക്കകത്ത് കയറ്റാൻ യേശുവിനെ. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും പള്ളിയിൽ യേശു വന്നാ കേട്ടു? ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ അതുകൂടെ കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് അങ്ങ് പൂർണ്ണതയായി. ഞാന് അന്ന് നിർത്തിയതായി ഈ കലാപരിപാടി. പിന്നെ അതിപ്പോ എത്ര വർഷമായി കാണും? ഇപ്പൊ ഒരു 25 വർഷമായി കാണും. അയ്യോ, 25 വർഷം പള്ളിയിൽ പോയിട്ടില്ല.
പോയിട്ടില്ല. അതുകൊണ്ട് എന്നാൽ എനിക്ക് വിഷമമായി പോയത്, ഭയങ്കര വിഷമമായി പോയി. ഈ കാണിക്കുന്ന ഈ കോപ്രായത്തിന് നമ്മളൂടെ കൂട്ട് നിന്നിട്ട് അതിനകത്തൊരു വാർത്താവുണ്ടാവുന്ന വെച്ചിട്ട് ഞാൻ പോകത്തില്ല. മനസ്സുകൊണ്ട് ഞാനങ്ങ് മടുത്തു. അതന്നെ. അപ്പൊ 25 വർഷം ഈ കലാപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് എന്തെങ്കിലും കാര്യമായ നഷ്ടം വന്നു തോന്നൽ വല്ലതും ഉണ്ടോ? അയ്യോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു വിടുതലിന്റെ അനുഭവമാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്നാമത് എനിക്ക് സുഖമായിട്ട് ഈ പ്രായമായ സമയത്ത് ഈ രാവിലെ എഴുന്നേറ്റ് അവിടെ പോയി നിന്ന് കാലും ഒക്കെ വേദന എടുക്കുകയെ. പിന്നെ ഇത് വേറൊരു രീതിയിൽ ഇത് മനസ്സിലാക്കണ്ടല്ലോ. യേശുക്രിസ്തു ആരാന്ന് മനസ്സിലാക്കാനായിട്ട് വേറെ ആരും പറഞ്ഞു തരണ്ടല്ലോ നമുക്ക്. ഈ ഒരാഴ്ച ഈ വിശുദ്ധ വാരം എന്നൊക്കെ പറഞ്ഞ്, ഹോളി വീക്ക് എന്നൊക്കെ പറഞ്ഞ് കാട്ടുകൂട്ടുന്ന കാര്യങ്ങളെ ഇപ്പൊ ഇന്ന് തന്നെ ഹോസ്റ്റന ഞായറാഴ്ചയാണ്. അത് യേശു യെരൂശലേമിൽ പോയതിന്റെ ഓർമ്മയ്ക്കകത്തെന്നാണ് പറയുന്നത്. അതും ഇതുമായിട്ട് വല്ല സാമ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു സാമ്യമില്ല. ഇന്ന് രാവിലെ പിന്നെ ഐറ്റുവയിലെ സുനിൽ പറയുന്നത് കേട്ടില്ലേ? സുനിലെന്താ പറയുന്നത്? കഴുതപ്പുറത്ത് കയറിയവന്റെ കാര്യം പറയാനായിട്ട് ലംബോർഗിനിയിൽ ആള് വന്നിട്ടുണ്ട്. എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു. അതെ, ഈ തിരുമേനിമാരുടെ കഴുതയാണ് ലംബോർഗിനി. പിന്നെ ലംബോർഗിനിയുടെ കഴുത തിരുമേനിയുമാണ്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത കളിക്കുക. അതെ, പണ്ട് ഒരു കഴുതയുടെ പുറത്തൊരു ലംബോർഗിനി കയറിയെങ്കിൽ ഇപ്പൊ ഒരു ലംബോർഗിനിയുടെ പുറത്തൊരു കഴുത കയറുക. പക്ഷെ ഇത് കണ്ടിട്ട് ആളുകൾക്ക് എന്താണ് ഒരു വിധത്തിലുള്ള തിരിച്ചറിവ് ഉണ്ടാകാത്തത്? ആളുകൾക്ക് എന്താ വിവരം ഇല്ലാത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമക്കാർ പോലും ചിലര് പറയത്തില്ലേ, ഇവൻ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വേളാങ്കണ്ണി മാതാവ് ഇവനെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അല്ല, അത് വളരെ കറക്റ്റ്. അത് ഇത്രയും മനസ്സിലാക്കാനുള്ള കഴിവ് ആൾക്കാർക്ക് ഇല്ലാതെ പോകുന്ന എന്താന്നാ നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇപ്പോ പലരും ഇതേ അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ട് ഇതേ അവസ്ഥയിലാണ്. അവര് ഇങ്ങനെയുള്ള കോമാളിത്തരത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇത്. അല്ല, നമ്മൾ ഈ യേശുക്രിസ്തു ആരാണെന്ന് ചിന്തിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഇത്രയും നാളും യേശുക്രിസ്തുവിനെ ഈ തെറ്റായ രീതിയിൽ കൊണ്ടു നടന്നതിന് നമ്മള് 24 മണിക്കൂർ മുട്ടിൽ നിന്ന് മാപ്പി ചോദിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അത് തന്നെ ഞാൻ 100% അതിനോട് യോജിക്കുന്നു. പക്ഷെ ഇത് ജനങ്ങളുടെ ഇടയിൽ ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം ഉണ്ടാകുവാൻ ദൈവമേ ഇടയാക്കണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. അത് വരും. ദൈവം അതിനൊരു സമയം എല്ലാവർക്കും കൊടുക്കും. അതെ, അല്പമെങ്കിലും വ്യത്യാസം ഇപ്പൊ കാണുന്നുണ്ട്. ഏതായാലും ഈ ഒരു ദിവസം ഇപ്രകാരം സ്വന്തം അനുഭവം നമ്മെ അറിയിക്കുന്ന സത്യങ്ങൾ നിർഭയം മറ്റുള്ളവരുടെ പ്രയോജനത്തിനു വേണ്ടി പൊതുവായി സമർപ്പിക്കുക എന്നത് ഒരു സക്രമന്തായിട്ടാണ് ഞാൻ കാണുന്നത്. സത്യത്തിന് സാക്ഷ്യം നിൽക്കുക എന്നതാണ് സക്രമത്തിന്റെ ഉള്ളടക്കം. അതിനെ വെറും നാടകമാക്കി മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എനിക്കുണ്ടായ അനുഭവം അതുപോലെ അങ്ങ് പറഞ്ഞത്. ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, ഇതുകൊണ്ട് പറ്റിപ്പോയതാ എന്ന് ഞാൻ ധരിപ്പിച്ചത്. അല്ലാതെ വേറെ ഒന്നുമില്ല, മനോവിഷമം കൊണ്ട് അങ്ങ് നിന്ന് പോയതായി. ഏതായാലും ഇങ്ങനെയുള്ള സത്യങ്ങൾ സാധാരണ ജനം വിളിച്ച് അറിയിക്കുന്നത് കൊണ്ട് ഈ കലാപരിപാടികൾ നടത്തി ജനങ്ങളെ മൊണ്ണകളാക്കുന്ന ആളുകൾ അല്പമെങ്കിലും ചിന്തിച്ചു തുടങ്ങും. അവർക്ക് കുറച്ചൊക്കെ ലജ്ജ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നു. പലരോട് പറയാറുണ്ട്, ഈ വയസ്സുകാലത്ത് വെറുതെ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്, ഇതുകൊണ്ട് ഒരു വ്യത്യാസവും ഒരുത്തരും ചിന്തിക്കാൻ പോകുന്നില്ല, ഒരു മേന്മ ഉണ്ടാകത്തില്ല, വെറുതെ സമയം കളയല്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ പ്രത്യാശ 100% കൈവിടാൻ എനിക്ക് ഒക്കുന്നില്ല. ഒരു കാരണവശാലും വിടരുത്. കാര്യം ഇത് ഒരാൾക്കെങ്കിലും ഇതുകൊണ്ടൊരു പ്രയോജനം വന്നാല് അത് ഏറ്റവും വലിയ കാര്യം. ഒരിക്കലും നിർത്തരുത്. കാര്യം
അന്ധകാരത്തിൽ നിന്നുള്ള ഒരു വിടുതൽ അത്യാവശ്യമാണ്. അതെ അതെ. അപ്പൊ ഏതായാലും ഞാനീയിടെ ഓർത്തഡോക്സ് ബെസേലിയോസ് ബാബായെ വാഴിക്കുന്ന എന്താ വസ്ത്രാലങ്കര കിരീട ധാരണ കലാപരിപാടിയെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കണ്ടു, ഞാനത് കണ്ടായിരുന്നു. അതിനെപ്പറ്റി വലിയ ശക്തമായ തിരിച്ചടിയാണ് ഓർത്തഡോക്സ് സഭാ എരിവുകാരിൽ നിന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വിധത്തിലും കണ്ണു തുറക്കത്തില്ല എന്ന് നിശ്ചയിക്കുന്ന ചില കൂട്ടരുണ്ട്. എന്നാൽ എത്ര അടിച്ചാലും ഞാൻ നന്നാവത്തില്ലെന്ന് പറയുന്നു. അത് തന്നെ. ഏതായാലും അവിടെയും ഇവിടെയും ഒരു പുതിയ തിരിച്ചറിവിന്റെ പ്രകാശം, ചില കിരണങ്ങൾ. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കൊല്ലന്റെ ആലയിൽ പോകുമ്പോഴേ അവന്റെ അത് ഊതും പാനത്തൂന്ന് തീയുടെ കണികകൾ പറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തീപ്പൊരി പറക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെന്റെ മനസ്സിലൊരു പ്രതീക്ഷയാണ് എപ്പോഴും. എടാ, കൊല്ലന്റെ ആലയിൽ നിന്ന് തീപ്പൊരി പറക്കാമെങ്കിൽ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എന്തുകൊണ്ട് അല്പം വെളിച്ചം വന്നുകൂടാ എന്നൊരു ചിന്ത ഈ അടി കുറെ കൊണ്ട് കഴിയുമ്പോഴേ ഈ പൊരി പറക്കും. അതെ അതെ. ഇപ്പൊ പലർക്കും എന്നോട് വലിയ ഒരു വെറുപ്പും ദേഷ്യവും ഉള്ളതിന്റെ ഒരു കാരണം, ഞാന് ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് അതിനുശേഷം 2 വർഷത്തോളവും I2I എന്ന് പറയുന്ന ചാനലിനോട് സഹകരിച്ചു എന്നുള്ളതാണ് ഒരു വലിയ പരാതി. ഞാൻ അതിനെ പരാമർശിച്ച് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്തുകൊണ്ടാണ് അതിന്റെ ആവശ്യം എന്താണ്, എന്തുകൊണ്ട് ഞാനത് ചെയ്തു, ഇന്നും അതിനെപ്പറ്റി എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് കാണിച്ചേ. പല ആളുകൾക്കും അതങ്ങോട്ട് സഹിക്കാനൊക്കുന്നില്ല. ഇല്ല, ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. I2I പറയുന്നതിനകത്തിൽ എന്തെങ്കിലും ഒരു വരി തെറ്റിയാല് അവനെ തീഹാർ ജയിലിൽ കൊണ്ടുവിടും. എല്ലാരും സമ്മതിക്കുന്നുണ്ട് പുള്ളി പറയുന്ന സത്യമാണ്. പക്ഷെ ആ സത്യം അംഗീകരിക്കാൻ നമുക്ക് സമ്മതമില്ല. അത് തന്നെ. ഏത് കള്ളവും വിശുദ്ധന്മാരുടെ വായിൽ നിന്ന് വന്നാൽ അത് പഞ്ചവച്ച മടക്കി സ്വീകരിക്കുന്നത് ക്രിസ്ത്യാനിയുടെ കടമയാണ്. പരുമലയിൽ നിന്നുകൊണ്ട് ഇതിന്റെ മുമ്പിലത്തെ ബാബ പറഞ്ഞില്ലേ, സഭയുടെ ലാഭത്തിന് വേണ്ടി ഏത് കള്ളവും പറയാൻ. കള്ളമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ കള്ളമല്ല. അതെ അതെ. അപ്പോൾ അത് അങ്ങനെ സുപ്രീം കോടതി വരെ പോയി കള്ളം പറഞ്ഞല്ലേ. അത് തന്നെ. അല്ല, അങ്ങനെ മനുഷ്യരെ ആക്കി വെക്കുകയും അതാണ് ഭക്തി എന്ന് പഠിപ്പിക്കുകയും ജനങ്ങളുടെ കണ്ണടച്ചു കളയുകയും ചെയ്യുന്ന ഈ പൈശാചികമായ പ്രവർത്തനം, അതിന് വളം വെച്ചു കൊടുക്കുകയും അതിന് വെള്ളം പൂശി കൊടുക്കുകയും ചെയ്യാൻ പോകുന്ന ആളുകൾ, ഇത് ഒരു ഞെട്ടിപ്പിക്കുന്ന അവസ്ഥ തന്നെയാണ് വാസ്തവത്തിൽ. അത് വാസ്തവത്തിൽ സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ സത്യത്തിൻ്റെയും മനുഷ്യ അന്തസ്സിൻ്റെയും സ്വരങ്ങൾ ഇപ്പോൾ പൊന്തി വരുന്നത് ഒരു വലിയ പ്രത്യാശയ്ക്ക് നിദാനമാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ, അനുഭവത്തിന്റെ സത്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാൻ മടിക്കുന്നവർ ഉണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ നേരിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് സഹകരിച്ചില്ലയോ എന്ന് ചോദിച്ചില്ലേ, അതുകൊണ്ട് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. അത് നമുക്ക് കുഞ്ഞിന് സമ്മതമാണെങ്കിൽ നമുക്ക് ഇനിയും ചില വീഡിയോകളിൽ കൂടെ ഇങ്ങനെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് മറ്റു കാര്യങ്ങൾ സത്യമായിട്ട് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. അതുകൊണ്ട് തന്നെ വിടുതൽ വരും. യേശു പറഞ്ഞില്ലേ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങളെ മാത്രമല്ല, അത് നിങ്ങൾ പറയുന്നവരെ, നിങ്ങളെ കേൾക്കുന്നവര് പോലും സ്വതന്ത്രരായി തീരും. അസത്യത്തോട് യുദ്ധം ചെയ്യേണ്ട കാര്യമേ ഇല്ല, സത്യം പറഞ്ഞാൽ മാത്രം മതി. ഇരുട്ടിനോട് യുദ്ധം ചെയ്യണ്ട, ഒരു വിളക്ക് കത്തിച്ചാൽ മതി. അങ്ങനെ ഒരു വിളക്ക് കത്തിക്കൽ സീരീസ് നമുക്കൊന്ന് ആരംഭിക്കാം. താങ്ക് യു സോ മച്ച്. ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ വളരെ അപ്പുറത്താണ്. വളരെ ഞാൻ ബഹുമാനം തോന്നത്തക്ക വിധത്തിലുള്ള ആത്മധൈര്യവും അത് ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ കൃത്യത അത് വരണമെങ്കിൽ ഇനി പ്രേക്ഷകരുടെ പ്രയോജനത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ഒരു വ്യക്തി അനുഭവത്തെ സൂചിപ്പിക്കുന്നതിലുള്ള വ്യക്തത, അതിൽ
ഇടർച്ചയില്ലാത്ത എന്താ സുതാര്യത, അത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾ ആളുകൾ സംസാരിക്കുന്ന വിധം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. സത്യസന്ധതയില്ലാത്ത ആളുകൾ, സ്വതന്ത്രമായി ചിന്തിക്കുവാൻ ധൈര്യമില്ലാത്ത ആളുകൾ ഒരിക്കലും നേരെ ചൊവ്വേ ഒരു കാര്യം പറയത്തില്ല. അവർ ഞഞ്ഞ പറഞ്ഞ് അവിടെ ഇവിടെ തട്ടി ഒരു കാര്യം ആർക്കും ഒരു പിടികിട്ടാത്ത വിധത്തിൽ അവതരിപ്പിക്കും. എന്നാൽ ജീവിത അനുഭവങ്ങൾ, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുള്ള, ഇപ്പോൾ നാം കേട്ടതുപോലെ വെളിച്ചത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഉടമകളായിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. അതിൻ്റെതായ ഒരു കൃത്യതയും ക്ലാരിറ്റിയും ആധികാരികതയും ഉണ്ടായിരിക്കും. അത് എൻ്റെ മനസ്സിൽ ഏതാണ്ട് യേശുദാസിന്റെ സംഗീതം പോലെ സന്തോഷം നൽകുന്നതാണ്. അല്ലെങ്കിൽ പ്രഭാത പുലരിയിൽ ഒരു മഞ്ഞൻ തുള്ളിയിൽ പതിക്കുന്ന സൂര്യകിരണം ആ മഞ്ഞുതുള്ളിയെ ഒരു തിളങ്ങുന്ന രത്നമാക്കി മാറ്റുന്നത് പോലെയുള്ള അനുഭവമാണ്. ഞാൻ മനുഷ്യന്റെ സ്വരത്തിന് വലിയ വലിയ വില കൽപ്പിക്കുന്ന വ്യക്തിയാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും ആശയം സ്പഷ്ടമായി വ്യക്തതയോടുകൂടി അത് അർഹിക്കുന്ന ഗാംഭീര്യത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ വ്യക്തിയെ ഞാൻ എൻ്റെ ഗുരുവായിട്ടാണ് കാണുന്നത്. ഞാൻ അതിശയോക്തി പറയല്ല, അത്രമാത്രം നാം ഏവരും ശ്രദ്ധിക്കേണ്ട. പക്ഷേ ആ ഒരു കഴിവ് പ്രാപിക്കണമെങ്കിൽ നാം അടിമകളായോ മുണ്ണകളായോ ഇരുന്നാൽ ഒരു കാലത്തും സാധ്യമല്ല. വ്യക്തിത്വത്തിന്റെ ആധികാരികതയുടെ തേന് മരിച്ചു പോകുന്നതിന് മുൻപേ ഒരു ദിവസമെങ്കിലും ഒന്ന് നുണഞ്ഞിട്ട് അതിൻ്റെ മധുരം ഒന്ന് ആസ്വദിച്ചിട്ട് ഇവിടെ ഒന്ന് കടന്നു പോകുവാൻ ദൈവമേ എല്ലാ മനുഷ്യർക്കും ഇടയാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ഫോൺ സംഭാഷണം ഉപസംഹരിക്കുന്നു. ഇനിയും ഇതിൻ്റെ അനുബന്ധമായ സംഭാഷണം നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. എല്ലാവർക്കും നന്ദി.